യേശുവിൽ സ്നേഹമുള്ളവരെ, കൃപാവചസ് ധ്യാനത്തിലേക്ക് ഓരോരുത്തരെയും സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നു. ആദ്യമേ നാം കുറച്ചു സമയം വചനത്താൽ പ്രാർത്ഥിക്കുകയും ശേഷം വചനം പങ്കുവയ്ക്കുകയും ചെയ്യുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവായ യേശു ക്രിസ്തുവേ, ജീവനുള്ള ദൈവത്തിന്റെ പുത്ര, പാപികളായ ഞങ്ങളുടെ മേലെ കരുണയായിരിക്കണമേ. കർത്താവായ യേശു ക്രിസ്തുവേ, ജീവനുള്ള ദൈവത്തിന്റെ പുത്ര, പാപികളായ ഞങ്ങളുടെ മേലെ കരുണയായിരിക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ, ഞങ്ങളായിരിക്കുന്ന 4 ദിക്കുകളെ പ്രത്യേകമായി സംരക്ഷണത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഏശയ്യാ 43:5-6 വചനത്തിലൂടെ ഈശോയെ സമർപ്പിക്കുന്നു. ഞങ്ങൾ ഉപയോഗിക്കുന്ന എല്ലാ ഉപകരണങ്ങളും, ഈ സമയം ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കാൻ ഉപയോഗിക്കുന്ന എല്ലാ മൊബൈലുകളും ലാപ്ടോപ്പും, ഈശോയെ ഞങ്ങളായിരിക്കുന്ന സ്ഥലങ്ങളെയും ഈ നിമിഷം വിശുദ്ധീകരിക്കണമേ. സമർപ്പിക്കുന്നു. സംരക്ഷണമായി പ്രത്യേകമായിട്ട് ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ജോബ് 1:10, സക്രിയ 2:5, സക്രിയ 9:8, 2 മക്കബായ 8:18 വചനത്തിന്റെ കൃപയിൽ ഈശോയെ സംരക്ഷണം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സങ്കീർത്തനം 147:13 വചനത്തിലൂടെ ഈശോയെ കോട്ടയ്ക്കുള്ള മക്കളെ അനുഗ്രഹിക്കണം. ഈശോയെ, ഈ ദിവസം പ്രത്യേകമായിട്ട് ഈശോയെ അങ്ങയുടെ പരിമളമായി രൂപാന്തരപ്പെടാൻ വേണ്ടിയുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈശോയെ, അതിന് തടസ്സമായിട്ടുള്ള എല്ലാ ബന്ധനങ്ങളും, എല്ലാ മുറിവുകളിൽ നിന്ന് സൗഖ്യവും ഈശോയെ ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എഫേസസ് 1:7, റോമ 3:25 മുതൽ 27 വരെ വചനത്തിലൂടെയും, ഹെബ്രായർ 9:14, ഹെബ്രായർ 12:24, ഹെബ്രായർ 13:20-21, വെളിപാട് 12:11 1 പത്രോസ് 1:18-19 വചനത്തിലൂടെ ഈശോയെ അവിടുത്തെ തിരു രക്തത്താൽ ഞങ്ങളെ ഈ നിമിഷം പൂർണ്ണമായി വിശുദ്ധീകരിക്കണമേ. വിശുദ്ധീകരിക്കണമേ. ഞങ്ങളുടെ തലമുറകളെയും വിശുദ്ധീകരിക്കണമേ. ഞങ്ങളുടെ ബന്ധങ്ങളെ വിശുദ്ധീകരിക്കണമേ. ഞങ്ങളുടെ കുടുംബ വേരുകളെ വിശുദ്ധീകരിക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോ, ഈ നിമിഷം ഞങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ ഈശോയെ ഞങ്ങളുടെ തിരു രക്തത്തിന്റെ അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ഞങ്ങളുടെ ചിന്തകളൊന്നും വ്യതിചലിച്ചു പോകാതിരിക്കാൻ ഈശോ ഇവിടെ തന്നെ ആയിരിക്കണം. ഈ നിമിഷം വചനത്തോടൊപ്പം ആയിരിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയെ സംരക്ഷണായി ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ സമർപ്പിക്കുന്നു, സമർപ്പിക്കുന്നു, സമർപ്പിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആബ പിതാവിന്റെ പ്രകാശത്താൽ 1 യോഹന്നാൻ 1:7 ഈശോയെ ഞങ്ങൾ ഈ നിമിഷം വലയം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയുടെ പ്രകാശത്താൽ യോഹന്നാൻ 8:12 ഈശോയെ അനുഗ്രഹിക്കണം, വലയം ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിന്റെ പ്രകാശത്താൽ ഞങ്ങൾ ഓരോരുത്തരെയും വലയം ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ഏശയ്യാ 10:17 കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാ മാലാഖമാരുടെ പ്രകാശത്താൽ ഈശോയെ ഈ നിമിഷം ഞങ്ങൾ വലയം ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹെബ്രായർ 1:7 അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ബാറൂക്ക് 4:2, വെളിപാട് 12:1 അമ്മമാതാവിന്റെ പ്രകാശത്താൽ ഈശോയെ ഈ മാസം പ്രത്യേകമായിട്ട് അമ്മമാതാവിന്റെ ഈശോ ജപമാലയിലൂടെ കിട്ടുന്ന പ്രകാശത്താൽ നിങ്ങൾ ഓരോരുത്തരെയും വലയം ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഞങ്ങളുടെ എല്ലാവരുടെയും ഈശോയെ പ്രത്യേകമായിട്ടുള്ള കാവൽ മാലാഖയുടെ പ്രകാശത്താൽ ഈ നിമിഷം ഞങ്ങൾ ഓരോരുത്തരെയും ആ പ്രകാശത്താൽ ഞങ്ങളെ വലയം ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. മത്തായി 18:11 അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കൊളോസസ് 2:5 എല്ലാ വിശുദ്ധരോടും ചേർന്ന് ഈശോയെ ഞങ്ങൾ ഈ നിമിഷം സ്തുതിക്കുന്നു, അങ്ങേ മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സെയിന്റ് സിപ്രിയാനോട് ചേർന്ന് സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാ വിധത്തിലുള്ള മന്ത്രവാദങ്ങളിൽ നിന്നും കൂടോത്ര ശക്തികളിൽ നിന്നും തലമുറകളിലൂടെ കടന്നു വന്നിട്ടുള്ള
അവയിൽ നിന്നെല്ലാം പൂർണ്ണമായി വിടുതൽ പ്രാപിക്കാൻ ഈശോയെ ഈ വിശുദ്ധന്റെ പ്രത്യേക മധ്യസ്ഥം വഴി ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ട് സ്തുതിക്കുന്നു. ഹാലേലൂയ, 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 ഹാലേലൂയ. സെന്റ് ജോൺ പോൾ സെക്കൻഡിനോട് ചേർന്ന് ഈശോയെ അങ്ങേ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഹാലേലൂയ, 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 ഹാലേലൂയ. സെയിന്റ് ബെനഡിക്റ്റിനോട് ചേർന്ന് സ്തുതിക്കുന്നു. ഹാലേലൂയ, 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 ഹാലേലൂയ. സെയിന്റ് ഡിംഫനോട് ചേർന്ന് സ്തുതിക്കുന്നു. ഈശോയെ എല്ലാ തരത്തിലുള്ള ചിത്തഭ്രമം, മാനസിക അസ്വസ്ഥതകൾ, ആങ്സൈറ്റി ഡിസോർഡേഴ്സ്, അതിൽ നിന്ന് വരുന്ന എല്ലാ തരത്തിലുള്ള സ്വാധീനങ്ങൾ ഈശോയിൽ നിന്നും പരിപൂർണമായ മോചനം കിട്ടാൻ വേണ്ടിയിട്ട് ആഗ്രഹിച്ചുകൊണ്ട് ഈശോ ഞങ്ങളുടെ തലമുറകളിലുള്ള, ഞങ്ങളുടെ ബന്ധങ്ങളിൽ ഇപ്പോഴുമുള്ള ചില വ്യക്തികളിലുള്ള എല്ലാ തരത്തിലുള്ള മാനസിക അസ്വസ്ഥതകളിൽ നിന്ന് അവർക്ക് പൂർണ്ണ സ്വാതന്ത്ര്യത്തിന് വേണ്ടി മധ്യസ്ഥം വഹിച്ചുകൊണ്ട് ഈശോ ഈ വിശുദ്ധിയോട് ചേർന്ന് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഹാലേലൂയ, 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 ഹാലേലൂയ. എല്ലാ സ്വർഗീയ ദൂതന്മാരോടും ചേർന്ന് സ്തുതിക്കുന്നതോടൊപ്പം ഈശോയെ പ്രത്യേകമായിട്ട് മിക്കായേൽ മാലാഖയോട് ചേർന്ന്, ഗബ്രിയേൽ മാലാഖയോട് ചേർന്ന്, റഫേൽ മാലാഖയോട് ചേർന്ന് ഈശോയെ ഈ നിമിഷം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, സമർപ്പിക്കുന്നു, സംരക്ഷണനായി പ്രാർത്ഥിക്കുന്നു. ഈശോയായി അവരുടെ പ്രകാശത്താൽ നിന്നുകൊണ്ട് ഈശോയെ അങ്ങേ മഹത്വപ്പെടുത്തുന്നു. ഹാലേലൂയ, 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 ഹാലേലൂയ. ഇന്നേ ദിവസം ഞങ്ങൾ പ്രത്യേകമായിട്ട് ഈശോയെ ഓർക്കുന്ന വിശുദ്ധ കൊളോസസ് 2:5 സെയിന്റ് ഫൗസ്റ്റീനോട് ചേർന്ന് ഈശോയെ സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ഈശോയെ ദിവ്യകരുണയെ കുറിച്ച് യഥാർത്ഥ ബോധ്യങ്ങളിലേക്ക് ഞങ്ങളെ നയിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹാലേലൂയ, ഹാലേലൂയ, ഹാലേലൂയ. സഹനത്തെ സ്നേഹിച്ച് പരിമളമാകാനുള്ള ഈശോയെ അവിടുത്തെ സന്ദേശം ഈ മകൾക്ക് കൊടുത്തത് സ്വീകരിക്കാനുള്ള ഈശോയെ ആ ഒരു ആത്മീയ ചൈതന്യം ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയെ അവിടുത്തെ നാമത്തെ മഹത്വപ്പെടുത്തുന്നത് ആ വിശുദ്ധിയോട് ചേർന്ന് ഈ നിമിഷം ഞങ്ങൾ സ്തുതിക്കുന്നു. ഹാലേലൂയ, 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 ഹാലേലൂയ. രണ്ടാം ക്രിസ്തുവായി ഞങ്ങൾ മനസ്സിലാക്കുകയും വണങ്ങുകയും ചെയ്യുന്ന സെയിന്റ് ഫ്രാൻസിസ് അസീസിയുടെ കൃപയോട് ചേർന്ന് ഈശോയെ അങ്ങേ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഹാലേലൂയ, 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 ഹാലേലൂയ. എല്ലാ സെറാഫ് മാലാഖമാരോടും ചേർന്ന് ഈശോയെ സ്തുതിക്കുന്നു. ഹാലേലൂയ, 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 ഹാലേലൂയ. ഈശോയെ അങ്ങയിലേക്കുള്ള കുറുക്ക് വഴി പഠിപ്പിച്ചു തന്ന വിശുദ്ധയായ സെന്റ് തെരേസ ഓഫ് ചൈൽഡ് ജീസസിനോട് ചേർന്ന് ഈശോയെ നിമിഷം ഈശോയെ എളിമയുടെ ഈ മാർഗത്തെ സ്വീകരിക്കാൻ, ഈശോയെ ശിശു മാർഗം സ്വീകരിക്കാൻ വേണ്ടി ഈശോയെ ഹാലേലൂയ, ഹാലേലൂയ, ഹാലേലൂയ. വിശുദ്ധിയോട് ചേർന്ന് ഈശോ ആ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഈശോയെ ഹാലേലൂയ, 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 ഹാലേലൂയ. ഈശോയെ ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടിയുള്ള ആത്മീയ അധികാരത്തിൽ നിന്നുകൊണ്ട് ഏഷ്യ 22:22, ജോബ് 12:14, വെളിപാട് 3:7, മത്തായി 16:19, യോഹന്നാൻ 20:23, മത്തായി 8:16 വചനത്തിന്റെ അധികാരത്തിൽ നിന്നുണ്ട്. ഈശോയെ വചനമാകുന്ന വാളിന്റെ അധികാരത്തിൽ നിന്നുണ്ട്. എഫേസസ് 6:17 ഈശോയെ വചനത്തിന്റെ പ്രത്യേകമായി വിടുതലിന്റെ ശക്തിയായ സങ്കീർത്തനം 107:20 വചനത്തിന്റെ യോഗ്യതയാല്, ലൂക്ക 10:19, മർക്കോസ് 16 മുതൽ 18 വരെയുള്ള വചനത്തിലെ അധികാരത്തിൽ നിന്നുകൊണ്ടും ഈശോയെ അവിടുത്തെ നാമത്തിന്റെ ശക്തിയിൽ നിന്നുകൊണ്ടും സ്വർഗത്തിന്റെയും ഭൂമിയുടെയും പാതാളത്തിന്മേലും അധികാരമുള്ള അവിടുത്തെ നാമത്തിന്റെ ശക്തിയിൽ നിന്നുകൊണ്ട് ഫിലിപ്പിയർ 2:9 മുതൽ 11 വരെ ചിത്രത്തിലൂടെയും അപ്പസ്തോലരുടെ 4:12 റോമ 10:13 അപ്പസ്തോല നടപടി 2:21 ജോയൽ 2:32 ഈശോ അവിടുത്തെ തിരുരക്തത്തിന്റെ ശക്തിയിൽ നിന്നുകൊണ്ടും ഹല്ലേലൂയ, ഹാലേലൂയ. കത്തോലിക്ക സഭയുടെ കൂട്ടായ്മയിൽ നിന്നുകൊണ്ട് 1 കൊരിന്തോസ് 1:10 ശുശ്രൂഷ പൗരോഹിത്യത്തിന്റെ അധികാരത്തിൽ നിന്നുകൊണ്ട് മർക്കോസ് 3:14-15 വചനത്തിൽ നിന്നുകൊണ്ടും ലൂക്ക 9:1-2 അധികാരത്തിലും ശക്തിയിലും കൃപയിൽ നിന്നുകൊണ്ടും 1 യോഹന്നാൻ 3:8 കൃപയിൽ നിന്നുകൊണ്ട് ഈശോയെ ഞങ്ങളുടെ മേലും ഞങ്ങളുടെ തലമുറയുടെ മേലും ഞങ്ങളുടെ പ്രദേശത്തുള്ള എല്ലാ തരത്തിലുള്ള അരൂപികളെയും ഈ നിമിഷം ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. ലൂക്ക 8:31 കൽപ്പിച്ചയക്കുന്നു. ഹാലേലൂയ, 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 ഹാലേലൂയ. എഫേസസ് 2:2, എഫേസസ് 5:6, ഏഷ്യ 30:1, നിയമാവർത്തനം 21:21, സാമുവേൽ 15:23, ജെറമ്യ 11:8
ഈശോ എല്ലാ തരത്തിലുള്ള അനുസരണക്കേടിന്റെ അരൂപികളെ യേശുനാമത്തിൽ ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. ലൂക്ക 8:31 കൽപ്പിച്ചു. അഹങ്കാരത്തിന്റെ അരൂപികളെ ഏശയ്യ 14:9 മുതൽ 14 വരെ വചനത്തിലൂടെയും പ്രഭാഷകൻ 10 മുതൽ 18 വരെയുള്ള വചനത്തിലൂടെയും ജെറമിയ 9:23 ഒബേദിയ 3 ലൂക്ക 1:53 ജെറമിയ 50:30-31 1 കൊരിന്ത്യസ് 8:1-2 വചനത്തിലൂടെയും സെൽഫ് ഗ്ലോറിയുടെ അരൂപികൾ എല്ലാ കാര്യത്തിലും അവിടെ സ്വന്തം മഹത്വത്തിന് വേണ്ടി ജീവിതം കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ആ ജീവിത ശൈലിയുടെ അരൂപികൾ യോഹന്നാൻ 7:17-18 വചനത്തിലൂടെ ആത്മപ്രശംസയുടെ അരൂപികൾ യാക്കോബ് 4:16 സുഭാഷിതം 30:32 യേശുനാമത്തിൽ ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. ലൂക്ക 8:31 കൽപ്പിച്ചയക്കുന്നു. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ബന്ധങ്ങളിലും പൂർവികരിൽ നിന്നും ഞങ്ങളുടെ തൊട്ടടുത്ത് ജീവിക്കുന്ന വ്യക്തികളിൽ നിന്നും ഈശോയെ കടന്നു വരുന്ന, അതുപോലെ തന്നെ മാധ്യമങ്ങളിൽ നിന്ന് വരുന്ന അരൂപികൾ, അതിലേറ്റവും ഈശോയെ കാലഘട്ടത്തെ ദുഷിപ്പിക്കുന്ന വ്യഭിചാര ദുർഭൂതത്തിന്റെ അരൂപികളെ കൂട്ടത്തോടെ ഹോസിയ 5:4, ഹോസിയ 4:12, 1 യോഹന്നാൻ 2:15-16 വചനത്തിലൂടെ, എസെക്കിയേൽ 20:7-8 വചനത്തിലൂടെ, 2 പത്രോസ് 2:14, നാഹൂം 3:4 മത്തായി 5:28 യേശുനാമത്തിൽ ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. ലൂക്ക 8:31 കൽപ്പിച്ചയക്കുന്നു. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ഈശോയെ ഞങ്ങളുടെ ഓരോരുത്തരെയും കണ്ണുകളെ ഈ നിമിഷം പ്രത്യേകമായിട്ട് സമർപ്പിക്കുന്നു. ഈശോയെ അതിന്റെ വിശുദ്ധീകരണത്തിനായി പ്രാർത്ഥിക്കുന്നു. ഈശോയെ അതിനെ സ്വാധീനിക്കുന്ന ഈശോയെ അരൂപികളെ പ്രഭാഷകൻ 9:8 ജോബ് 31:1 പ്രത്യേകമായി കൃപ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കണ്ണിന്മേൽ സ്വാധീനിക്കുന്ന, കാഴ്ചകളിലൂടെ കടന്നു വരുന്ന എല്ലാ തരത്തിലുള്ള അശുദ്ധ അരൂപികളുടെ സ്വാധീനങ്ങളെ യേശുനാമത്തിൽ ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. ലൂക്ക 8:31 കൽപ്പിച്ചയക്കുന്നു. എസെക്കിയേൽ 23:13 കണ്ണിനെ സ്വാധീനിക്കുന്ന അരൂപികളെ യേശുനാമത്തിൽ ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. ലൂക്ക 8:31 കൽപ്പിച്ചയക്കുന്നു. ഈശോയെ എല്ലാ തരത്തിലുള്ള അവിശ്വസ്തതയുടെ അരൂപികളെ, തഴക്കദോഷങ്ങളുടെ അരൂപികള് ഈ നിമിഷം ഈശോയെ ഞങ്ങളിലോ ഞങ്ങളായി ബന്ധപ്പെട്ട് കിടക്കുന്നവരിലോ അതോ ഞങ്ങളെ തലമുറയിൽ നിന്നോ വന്നിട്ടുണ്ടെങ്കിൽ എസെക്കിയേൽ 16:16 ലേവ്യർ 18 മുഴുവൻ വചനങ്ങളിലൂടെയും യേശുനാമത്തിൽ ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. ലൂക്ക 8:31 കൽപ്പിച്ചയക്കുന്നു. ഈശോയെ ദാമ്പത്യ ജീവിതത്തിന് എതിരായി കടന്നുവരുന്ന എല്ലാ തരത്തിലുള്ള അവിശ്വസ്തതയുടെയും അരൂപികളെ, അതിന് കാരണമാകുന്ന അരൂപികളെ പൂർണ്ണമായി കൂട്ടത്തോടെ ഹെബ്രായർ 13:4 എസെക്കിയേൽ 33:26 യേശുനാമത്തിൽ ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. ലൂക്ക 8:31 കൽപ്പിച്ചയക്കുന്നു. ഈശോയെ കാലഘട്ടത്തിൽ വർദ്ധിച്ചു വരുന്ന പ്രകൃതി വിരുദ്ധ ബന്ധങ്ങൾക്ക് കാരണമാകുന്ന അതിന്റെ പുറകെയുള്ള പൈശാചിക ശക്തികളെ കൂട്ടത്തോടെ ഞങ്ങളുടെ പ്രദേശത്തും ഞങ്ങളുടെ ചുറ്റുപാടിലും ഇതിന്റെ സ്വാധീനങ്ങളെ റോമ 1:24 റോമ 1:26-27 വചനത്തിലൂടെയും യേശുനാമത്തിൽ ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. ലൂക്ക 8:31 കൽപ്പിച്ചയക്കുന്നു. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. വിഷയാസക്തികളുടെ പുറകെയുള്ള അരൂപികളെ എസെക്കിയേൽ 23:49, സാമുവേൽ 13:5, എസെക്കിയേൽ 23:17, റോമ 13:13 യേശുനാമത്തിൽ ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. ലൂക്ക 8:31 കൽപ്പിച്ചയക്കുന്നു. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ഈ നിമിഷം മാധ്യമങ്ങളുടെയും തലമുറകളുടെയും കടന്നു വരുന്ന ഈശോയെ വശീകരണത്തിന്റെ അരൂപികൾ, ജസബൽ അരൂപികൾ, ഈശോ അതിന്റെ സ്വാധീനങ്ങളെ, അത് ആത്മീയ ജീവിതത്തെ, കൃപയുടെ ജീവിതത്തെ തകർക്കുന്ന ഈ അരൂപികളെ യേശുനാമത്തിൽ എസെക്കിയേൽ 23:35 എസെക്കിയേൽ 23:40 വെളിപാട് 2:20 യേശുനാമത്തിൽ ഈ അരൂപിയോട് കാണിക്കുന്ന സഹിഷ്ണുതയെ യേശുനാമത്തിൽ ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. ലൂക്ക 8:31 കൽപ്പിച്ചയക്കുന്നു. ഈശോയെ ബന്ധങ്ങളിലൂടെ കടന്നു വന്നിട്ടുള്ള, തലമുറകളായിട്ടുള്ള ബന്ധങ്ങളിലുള്ള, കൂട്ടുകാരിലുള്ള, ബന്ധുക്കളിലൂടെ കടന്നു വന്നിട്ടുള്ള അരൂപികള്, അതിന്റെ മേഖലയിലുള്ള വളരെ മായാത്ത മുറിവുകളിലൂടെ കടന്നു വന്നുള്ള അരൂപികള്, കുഞ്ഞുനാളിൽ മുതൽ ദുരുപയോഗിക്കപ്പെട്ട സമയങ്ങളിൽ കടന്നു വന്ന അരൂപികള്, ഈശോയെ അതിന്റെ എല്ലാ സ്വാധീനങ്ങളും ജ്ഞാനം 4:12, സങ്കീർത്തനം 50:18, 1 കൊരിന്ത്യസ് 15:33 യേശുനാമത്തിൽ, 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 യേശുനാമത്തിൽ. സംഖ്യ 25
ഒന്നിലൂടെയും യേശുനാമത്തിൽ ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. ലൂക്ക 8:31 കൽപ്പിച്ചയക്കുന്നു. ഹാലേലൂയ, 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 ഹാലേലൂയ. ഈശോയെ, ഞങ്ങളുടെ എല്ലാ കൃപകളും ചോർന്നു പോകാൻ ഇടയാകുന്ന വെറുപ്പിന്റെ, വൈരാഗ്യത്തിന്റെ, ഈശോയെ എപ്പോഴും ക്ഷമിക്കാൻ ബാക്കിയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ നിമിഷം ഈശോയെ ഞങ്ങൾ സമർപ്പിക്കുന്നു. ഈശോയെ, മരിച്ചുപോയവരാണെങ്കിലും ഏറ്റവും അടുത്തുള്ളവരാണെങ്കിലും അകലെയുള്ളവരാണെങ്കിലും ഈശോയെ പിശാചിന്റെ തന്ത്രത്തെ പ്രത്യേകമായി മനസ്സിലാക്കി 2 കൊരിന്ത്യർ 2:10-11 മനസ്സിലാക്കിക്കൊണ്ട് ഹെബ്രായർ 12:14-15 വചനത്തിലൂടെയും അപ്പസ്തോലന്മാരുടെ 8:23 എഫേസസ് 4:31 കൊളോസസ് 3:8 സങ്കീർത്തനം 109:3-5 വരെയുള്ള വചനത്തിലൂടെയും 1 യോഹന്നാൻ 3:12-15 വരെയുള്ള വചനത്തിലൂടെയും ഉൽപ്പത്തി 4:5 യേശുനാമത്തിൽ ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. ലൂക്ക 8:31 കൽപ്പിച്ചയക്കുന്നു. ഈശോയെ, ഞങ്ങളുടെ തലമുറയിൽ ഈശോയെ ആർക്കെങ്കിലും ധനമോഹത്തിന്റെ വളരെയധികം സ്വാധീനം ഉണ്ടെങ്കിൽ, ഞങ്ങളിൽ അതിന്റെ അംശങ്ങൾ ബാക്കിയും ഇനിയുണ്ടെങ്കിൽ ഈശോയെ അരൂപികളെ 1 തിമോത്തി 6:10 കൊളോസസ് 3:5 1 തിമോത്തി 6:5 ഹെബ്രായർ 13:5 ലൂക്ക 12:15 യേശുനാമത്തിൽ ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. ലൂക്ക 8:31 കൽപ്പിച്ചയക്കുന്നു. ഹാലേലൂയ, 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 ഹാലേലൂയ. ഈശോയെ, അസൂയ ഇതിന്റെ സ്വാധീനങ്ങൾ ഈശോയെ ഒത്തിരിയേറെ തകർച്ചയ്ക്ക് കാരണമായിട്ടുണ്ട്. ഈശോയെ, ഞങ്ങളുടെ ആത്മീയ ജീവിതത്തിനും ഞങ്ങളുടെ കൂടെയുള്ള ആൾക്കാരുടെ ആത്മീയ കൃപയിലുള്ള സാമ്പത്തിക വളർച്ചയെ ഇതിന് തടസ്സമാക്കിയിട്ടുള്ള ഈ അരൂപിയെ 1 കൊരിന്ത്യർ 3:3 യാക്കോബ് 3:16 യേശുനാമത്തിൽ എസെക്കിയേൽ 8:3 എസെക്കിയേൽ 8:5 യേശുനാമത്തിൽ ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. ലൂക്ക 8:31 കൽപ്പിച്ചയക്കുന്നു. ഹാലേലൂയ, ഹാലേലൂയ, ഹാലേലൂയ. എല്ലാ തരത്തിലുള്ള അലസതയുടെ അരൂപികൾ ഈശോയെ ഈ കാലഘട്ടത്തില് അലസതയിലൂടെ ഈശോയെ നഷ്ടപ്പെടുത്തുന്ന ദൈവം തന്ന സമയത്തെ ദുരുപയോഗിച്ച അതിന്റെ പുറകെയുള്ള അരൂപികള്, അതിന് കാരണമാകുന്ന എല്ലാ മാധ്യമങ്ങളും ഈശോയെ ബന്ധങ്ങള്, അതിലൂടെ വ്യർത്ഥ ഭാഷണത്തിന് കാരണമായ നിമിഷങ്ങള് എഫേസസ് 5:4 യേശുനാമത്തിൽ, യേശുനാമത്തിൽ, യേശുനാമത്തിൽ ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. ലൂക്ക 8:31 കൽപ്പിച്ചയക്കുന്നു. ഹാലേലൂയ, ഹാലേലൂയ, ഹല്ലേലൂയ. ഭോജനപ്രിയത്തിലൂടെ ഈശോയെ കൃപയുള്ള വളർച്ചയ്ക്ക് പകരം ഈശോയെ വെറും ജഡികരായി മാറുന്ന അവസ്ഥകളെ ഫിലിപ്പിയ 3:19 റോമ 16:18 യേശുനാമത്തിൽ ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. ലൂക്ക 8:31 കൽപ്പിച്ചയക്കുന്നു. ഹാലേലൂയ, 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 ഹാലേലൂയ. മഹത്വപ്പെടുത്തുന്ന ഈശോയെ, അവിടുത്തെ സ്നേഹം കൊണ്ട് നിറയ്ക്കണമേ, അവിടുത്തെ കൃപകൾ കൊണ്ട് ഞങ്ങളെ നയിക്കണമേ. ഹാലേലൂയ, ഹാലേലൂയ, ഹാലേലൂയ. റോമ 5:5 അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹാലേലൂയ, 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 ഹാലേലൂയ. ജ്ഞാനം 7:7 അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹാലേലൂയ, ഹാലേലൂയ, ഹാലേലൂയ. സക്രിയ 12:10 അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹാലേലൂയ, 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 ഹാലേലൂയ. പ്രൈസ് യു ജീസസ്, പ്രൈസ് യു ജീസസ്. മഹത്വം, മഹത്വം, മഹത്വം അങ്ങേക്ക് മാത്രം ഉണ്ടാകട്ടെ. മഹത്വം, മഹത്വം അങ്ങേക്ക് മാത്രം ഉണ്ടാകട്ടെ. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഏശയ്യ 66:2. ഏശയ്യ 66:2. കർത്താവ് അരുളി ചെയ്യുന്നു, ഇവയെല്ലാം എന്റെ കരവേലയാണ്, ഇവയെല്ലാം എന്റേതു തന്നെ. ആത്മാവിൽ എളിമയും അനുതാപവും ഉണ്ടായിരിക്കുകയും എന്റെ വചനം ശ്രവിക്കുമ്പോൾ വിറയ്ക്കുകയും ചെയ്യുന്നവനെയാണ് ഞാൻ കടാക്ഷിക്കുക. 2 കൊരിന്തോസ് 2:14 വരെയുള്ള വചനങ്ങൾ വായിക്കും. 2 കൊരിന്തോസ് 2:14 വരെ തിരുവചനങ്ങൾ. ക്രിസ്തുവിൽ ഞങ്ങളെ എല്ലായ്പ്പോഴും വിജയത്തിലെത്തിക്കുകയും അവനെ കുറിച്ചുള്ള ജ്ഞാനത്തിന്റെ സൗരഭ്യം ഞങ്ങൾ വഴി എല്ലായിടത്തും പരത്തുകയും ചെയ്യുന്ന ദൈവത്തിന് സ്തുതി. എന്തുകൊണ്ടെന്നാൽ രക്ഷിക്കപ്പെടുന്നവരുടെ ഇടയിലും ശിക്ഷിക്കപ്പെടുന്നവരുടെ ഇടയിലും
ഞങ്ങൾ ദൈവത്തിന് ക്രിസ്തുവിന്റെ പരിമളമാണ്. ഒരുവന് മരണത്തിൽ നിന്ന് മരണത്തിലേക്കുള്ള സൗരഭ്യവും അവരിന് ജീവനിൽ നിന്ന് ജീവനിലേക്കുള്ള സൗരഭ്യവും. ഇവയ്ക്കെല്ലാം കേൾപ്പുള്ളവൻ ആരാണ്? ഇന്നേ ദിവസം നാം ധ്യാനിക്കുക ദൈവം തന്റെ സുഗന്ധമാകുവാൻ നമ്മെ ഓരോരുത്തരെയും വിളിക്കുന്നതിനെ കുറിച്ചാണ്. മനുഷ്യനെ ദൈവം വളരെയേറെ സ്നേഹിക്കുകയും സ്വന്തമാക്കാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു, സ്വാതന്ത്ര്യം തന്നുകൊണ്ട് തന്നെ. യാക്കോബ് 4:5. യാക്കോബ് 4:5. നമ്മിൽ നിക്ഷേപിച്ചിരിക്കുന്ന ആത്മാവിനെ ദൈവം അസൂയയോടെ അഭിലഷിക്കുന്നു എന്ന തിരുവെഴുത്ത് വൃഥ ആണെന്ന് നിങ്ങൾ വിചാരിക്കുന്നുവോ? ഫിലിപ്പിയ 3:12. ഫിലിപ്പി 3:12. ഇതെനിക്ക് കിട്ടിക്കഴിഞ്ഞെന്നോ ഞാൻ പരിപൂർണനായെന്നോ അർത്ഥമില്ല. ഇത് സ്വന്തമാക്കാൻ വേണ്ടി ഞാൻ തീവ്രമായി പരിശ്രമിക്കുകയാണ്. യേശു ക്രിസ്തു എന്നെ സ്വന്തമാക്കിയിരിക്കുന്നു. യേശു ക്രിസ്തു എന്നെ സ്വന്തമാക്കിയിരിക്കുന്നു. ഈ ഒരു വലിയ സ്നേഹത്തിലേക്കാണ് നാം വിളിക്കപ്പെടുന്നത്. ഏശയ്യ 43:1. യേശയ്യ 43:1. യാക്കോബേ, നിന്നെ സൃഷ്ടിക്കുകയും ഇസ്രായേലെ നിന്നെ രൂപപ്പെടുത്തുകയും ചെയ്ത കർത്താവ് അരുളി ചെയ്യുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ രക്ഷിച്ചിരിക്കുന്നു, നിന്നെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു, നീ എന്റേതാണ്. ആത്മാവിൽ ഈ ഒരു സ്വരം എപ്പോഴും മുഴങ്ങിക്കൊണ്ടിരിക്കണം. നീ എൻ്റെ സ്വന്തമാണ്, നീ എൻ്റെ സ്വന്തമാണ്. ഏശയ്യ 43:13. യേശയ്യ 43:13. ഞാനാണ് ദൈവം, ഇനിയും അങ്ങനെ ആയിരിക്കുകയും ചെയ്യും. എന്റെ പിടിയിൽ നിന്ന് ആരെങ്കിലും വിടുവിക്കാൻ ആർക്കും സാധിക്കുകയില്ല. എന്റെ പ്രവൃത്തിയെ തടസ്സപ്പെടുത്താൻ ആർക്കു കഴിയും? ഈ ഒരു സ്നേഹത്തിൽ നിന്ന് വിട്ടുപോകാൻ പറ്റാത്ത വിധത്തില് ജെറമിയ പറയുന്നത് നമുക്കും പറയാൻ സാധിക്കും. ജെറമിയ 20:7. ജെറമിയ 20:7. കർത്താവേ, അങ്ങെന്നെ വഞ്ചിച്ചിരിക്കുന്നു, ഞാൻ വഞ്ചിതനായി. അങ്ങെന്നേക്കാൾ ശക്തനാണ്, അങ്ങ് വിജയിച്ചിരിക്കുന്നു. ദിവസം മുഴുവൻ ഞാൻ പരിഹാസപാത്രമായി, എല്ലാവരും എന്നെ അപഹസിക്കുന്നു. അങ്ങ് വിജയിച്ചിരിക്കുന്നു. ഇതൊരു പരാതിയേക്കാൾ ദൈവം പരിപൂർണമായിട്ട് വിജയം പ്രാപിച്ച ഒരു വ്യക്തിയാകുന്ന ഒരു വിളിയാണ്. അങ്ങനെ ഒരു വിളി വന്നു കഴിഞ്ഞാല് പൗലോസ്ലീഹ പറഞ്ഞത് നമുക്ക് പറയാൻ സാധിക്കും. റോമ 8:35. റോമ 8:35. ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് ആര് നമ്മെ വേർപെടുത്തും? ക്ലേശമോ, ദുരിതമോ, പീഡനമോ, പട്ടിണിയോ, നഗ്നതയോ, ആപത്തോ, വാളോ? അവിടുത്തെ സ്വന്തമാകുമ്പോഴാണ് സ്ഥിരമായ ഒരു വിജയത്തിലേക്ക്. അതാണ് നാം ഇന്ന് വായിച്ച വചനത്തിന്റെ ആദിപം. ക്രിസ്തുവിൽ ഞങ്ങളെ എല്ലായ്പ്പോഴും വിജയത്തിലാക്കുകയും ഈ യേശുവിന്റെ പൂർണ്ണമായി സ്വന്തമാകുമ്പോഴാണ് ഈ കൺസിസ്റ്റന്റ്ലി വിക്ടോറിയസ് എന്നുള്ള സ്ഥിരമായ ഒരു വിജയ ശ്രീലാളിതരായി ഇങ്ങനെ അത് ദൈവമാണ് അവിടെ സ്വന്തമാക്കി ദൈവത്തിൻ്റെതാണെന്നുള്ള ഇതിൽ നിന്നാണ് വരുന്നത്. 1 കൊറിന്തോസ് 15:57. 1 കൊറിന്തോസ് 15:57. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു വഴി
നമുക്ക് വിജയം നൽകുന്ന ദൈവത്തിന് നന്ദി. ഈ ലോകത്തിൽ ഞെരുക്കുണ്ടാവും, അതില്ലാന്ന് യേശു ആരെയും പഠിപ്പിച്ചിട്ടില്ല. പക്ഷെ അതിനെല്ലാം അതിജീവിക്കാനും വിജയിക്കാനുള്ള ഒരു മാർഗം കാണിച്ചാണ് പോയിട്ടുള്ളത്. ആ മാർഗമാണ് നമ്മെ മുന്നോട്ട് നയിക്കുന്നത്. യോഹന്നാൻ 16:33b. യോഹന്നാൻ 16:33. ലോകത്തിൽ നിങ്ങൾക്ക് ഞെരുക്കമുണ്ടാവും, എങ്കിലും ധൈര്യമായിരിക്കുവിൻ, ഞാൻ ലോകത്തെ കീഴടക്കിയിരിക്കുന്നു. നമ്മെ സ്വന്തമാക്കിയവൻ ലോകത്തെ കീഴടക്കിയവനാണ്. ഇന്ന് വരെ ചരിത്രത്തില് ആർക്കും ലോകത്തെ പൂർണ്ണമായി കീഴ്പ്പെടുത്താൻ സാധിച്ചിട്ടില്ല. ആ കീഴ്പ്പെടുത്തിയവനാണ് നമ്മെ സ്വന്തമാക്കുന്നത്. അവിടുത്തെ സ്നേഹമാണ് നമ്മെ വിജയത്തിലേക്കും പൂർണ്ണതയിലേക്കും നയിക്കുന്നത്. റോമ 8:37. റോമ 8:37. നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇവയിലെല്ലാം നാം പൂർണ്ണ വിജയം വരിക്കുന്നു. അതുകൊണ്ടാണ് വെളിപാടിന്റെ പുസ്തകത്തില് ഈശോ കുഞ്ഞാടായിട്ട് ചിത്രീകരിക്കപ്പെടുകയും ആ കുഞ്ഞാട് എല്ലാത്തിനെയും കീഴ്പ്പെടുത്തുന്നതാണ് പറഞ്ഞത്. ആ കീഴ്പ്പെടുത്തുന്നവനാണ് നമ്മെ വിജയത്തിലേക്ക് നയിക്കുന്നത്. വെളിപാടിന്റെ പുസ്തകം 17:14. വെളിപാട് 17:14. ഇവർ കുഞ്ഞാടിനോട് യുദ്ധം ചെയ്യും, കുഞ്ഞാട് അവരെ കീഴ്പ്പെടുത്തും. എന്തെന്നാൽ അവൻ നാഥന്മാരുടെ നാഥനും രാജാക്കന്മാരുടെ രാജാവുമാണ്. എല്ലാത്തിനെയും കീഴ്പ്പെടുത്തിയവനെ സ്വന്തമാക്കിയാലാണ്, അവന്റെ സ്വന്തമാകുമ്പോഴാണ് നാം വിജയത്തിലേക്ക് എത്തുന്നത്, അതുപോലെ വിശ്വസ്തരാകുന്നത്. വെളിപാട് 17:14b. വെളിപാട് 17:14b. അവനോട് കൂടെയുള്ളവർ വിളിക്കപ്പെട്ടവരും തെരഞ്ഞെടുക്കപ്പെട്ടവരും വിശ്വസ്തരുമാണ്. വിശ്വസ്തതയാണ് നമ്മെ മുന്നോട്ട് നയിക്കുന്നത്. വെളിപാട് 2:10. വെളിപാട് 2:10. നീ ഉടനെ സഹിക്കാനിരിക്കുന്നവയെ ഭയപ്പെടരുത്. നിങ്ങളിൽ ചിലരെ പിശാച് തടവിലിടാനിരിക്കുന്നു. അത് നിങ്ങൾ പരീക്ഷിക്കപ്പെടേണ്ടതിനാണ്. 10 ദിവസത്തേക്ക് നിങ്ങൾക്ക് ഞെരുക്കമുണ്ടാവും. മരണം വരെ വിശ്വസ്തരായിരിക്കുക. ജീവന്റെ കിരീടം നിനക്ക് ഞാൻ നൽകും. വിജയിക്കുന്നവനാണ് കിരീടം. വിജയിച്ചവനാണ് നമുക്ക് കിരീടം തരാൻ കാത്തിരിക്കുന്നത്. അതിനു മുമ്പ് ഈ ലോകത്തിലായിരിക്കുമ്പോൾ തന്നെ എല്ലാ പൈശാചിക ശക്തികളുടെ മേലും വിജയം പ്രാപിച്ചവനാണ് നമ്മെ നയിക്കുന്നത്. അതിനാൽ തന്നെ നമ്മളെ സ്വാധീനിക്കുന്ന എല്ലാ പൈശാചിക രൂപികളെയും വിശ്വസിക്കുന്നവരുടെ കൂടെ അവയുടെ സാന്നിധ്യം ഇല്ലാത്ത വിധത്തിൽ മുന്നേറാൻ സാധിക്കുമെന്നുള്ള വലിയ ഉറപ്പാണ് ഈശോ നമുക്ക് കൊളോസോസ് 2:14-17 വരെയുള്ള വചനത്തിലൂടെ വാഗ്ദാനം ചെയ്യുന്നത്. കൊളോസോസ് 2:14-17 വരെ തിരുവചനങ്ങൾ. നമുക്ക് ദോഷകരമായി നിന്ന ലിഖിത നിയമങ്ങളെ അവൻ മായ്ച്ചു കളയുകയും അവയെ കുരിശിൽ തറച്ച് നിഷ്കാസനം ചെയ്യുകയും ചെയ്തു. ആധിപത്യങ്ങളെയും അധികാരങ്ങളെയും അവൻ നിരായുധമാക്കി. അവൻ കുരിശിൽ അവയുടെ മേൽ വിജയം ആഘോഷിച്ചുകൊണ്ട് അവയെ പരസ്യമായി അവഹേളന പാത്രമാക്കി. ഭക്ഷണപാനീയങ്ങളുടെ കാര്യത്തിൽ ആര് നിങ്ങളെ കുറ്റപ്പെടുത്താതിരിക്കട്ടെ. അതുപോലെ തന്നെ ഉത്സവങ്ങളുടെയും അമാവാസ്യയുടെയും സാബത്തിന്റെയും ആചരണത്തിലും. ഇവയെല്ലാം വരാനിരുന്നവന്റെ വെറും പ്രതിച്ഛായകൾ മാത്രം. യാഥാർത്ഥ്യമാകട്ടെ ക്രിസ്തുവും. എല്ലാ ശത്രുതകളുടെ മതിലുകളും വീഴും. അവന്റെ മുമ്പില് ശത്രുതകള് ഇല്ല. അതാണ് എഫേസോസ് 2:14-15 വചനത്തിലൂടെ നാം മനസ്സിലാക്കുന്നത്. എഫേസോസ് 2:14-15 തിരുവചനങ്ങൾ. കാരണം അവൻ നമ്മുടെ സമാധാനമാണ്. ഇരുകൂട്ടരെയും അവൻ ഒന്നിപ്പിക്കുകയും ശത്രുതയുടെ മതിലുകൾ തകർക്കുകയും ചെയ്തു.
കൽപ്പനകളുടെയും ചട്ടങ്ങളുടെയും ആധിപത്യം അവൻ തന്റെ ശരീരത്തിലൂടെ ഇല്ലാതാക്കി. കൊലോസോസ് 1:20. കൊളോസോസ് 1:20. സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ വസ്തുക്കളെയും അവനിലൂടെ അവിടുന്ന് തന്നോട് അനുരഞ്ജിപ്പിക്കുകയും അവൻ കുരിശിൽ ചിന്തിയ രക്തം വഴി സമാധാനം സ്ഥാപിക്കുകയും ചെയ്തു. യേശുവിന്റെ സ്വന്തമാകുമ്പോൾ, യേശു നമ്മളെ പൂർണ്ണമായി സ്വന്തമാക്കി അതിന് പ്രത്യുത്തരമായി ജീവിക്കുമ്പോൾ പാപം ഒരിക്കലും ഭരണം നടത്തുകയില്ല. റോമ 6:14. റോമ 6:14. പാപം നിങ്ങളുടെ മേൽ ഭരണം നടത്തുകയില്ല, കാരണം നിങ്ങൾ നിയമത്തിന് കീഴിലല്ല, കൃപയ്ക്ക് കീഴിലാണ്. 1 യോഹന്നാൻ 3:9. 1 യോഹന്നാൻ 3:9. ദൈവത്തിൽ നിന്ന് ജനിച്ച ഒരുവനും പാപം ചെയ്യുന്നില്ല, കാരണം ദൈവചൈതന്യം അവനിൽ വസിക്കുന്നു. അവൻ ദൈവത്തിൽ നിന്ന് ജനിച്ചവനായതുകൊണ്ട് അവന് പാപം ചെയ്യാൻ സാധ്യമല്ല. 1 യോഹന്നാൻ 3:6. 1 യോഹന്നാൻ 3:6. അവനിൽ വസിക്കുന്ന ഒരുവനും പാപം ചെയ്യുന്നില്ല, പാപം ചെയ്യുന്ന ഒരുവനും അവനെ കണ്ടിട്ടില്ല, അറിഞ്ഞിട്ടുമില്ല. 1 യോഹന്നാൻ 5:18. 1 യോഹന്നാൻ 5:18. ദൈവത്തിൽ നിന്ന് ജനിച്ച ഒരുവനും പാപം ചെയ്യുന്നില്ല, ദൈവപുത്രൻ അവനെ സംരക്ഷിക്കുന്നു എന്ന് നാം അറിയുന്നു, ദുഷ്ടൻ അവനെ തൊടുകയുമില്ല. ഈ ഒരു അനുഭവത്തിലേക്ക് വരുമ്പോഴാണ് ഏത് ബലഹീന നിമിഷത്തിലും നമ്മുടെ ആത്മാവിൽ നിന്ന് ഒരേ ഒരു പ്രാർത്ഥനയാണ് കൃപ ആഗ്രഹിക്കുന്ന. ആ കൃപ ആഗ്രഹിക്കുന്നവന് കിട്ടുന്ന മറുപടിയും പൗലോസ്ലീഹായുടെ ജീവിതത്തിൽ നിന്ന് ഈശോ പൗലോസ്ലീഹായോട് പറഞ്ഞത്, നമ്മളും കൂടെ കൂടെ ബലഹീന നിമിഷങ്ങളിൽ വിജയം അസാധ്യമെന്ന് തോന്നുന്ന എല്ലാ സാഹചര്യങ്ങളിലും ആത്മാവിൽ ഈ സ്വരം കേട്ടുകൊണ്ടേയിരിക്കണം. 2 കൊരിന്തോസ് 12:9. 2 കൊരിന്തോസ് 12:9. എന്നാൽ അവിടുന്ന് എന്നോട് അരുളി ചെയ്തു, നിനക്കെന്റെ കൃപ മതി, എന്തെന്നാൽ ബലഹീനതയിലാണ് എന്റെ ശക്തി പൂർണ്ണമായി പ്രകടമാകുന്നത്. ക്രിസ്തുവിന്റെ ശക്തി എന്റെ മേൽ ആവസിക്കേണ്ടതിന് ഞാൻ പൂർവാധികം സന്തോഷത്തോടെ എന്റെ ബലഹീനതയെ കുറിച്ച് പ്രശംസിക്കും. അങ്ങനെ ഒരു ആത്മീയ സ്ഥിതിയിലാകുമ്പോഴാണ് എല്ലാം അവിടുന്ന് ഏറ്റെടുത്ത് ചെയ്യുന്നു. കാരണം ഞാൻ അവിടുത്തെ സ്വന്തമാണ്. അതിൽ നിന്ന് വരുന്ന സമാധാനം ലോകത്തിന് ഒരിക്കലും തരാൻ പറ്റിയതല്ല. ഏശയ്യാ 26:12. ഏശയ്യാ 26:12. കർത്താവേ, അങ്ങ് ഞങ്ങൾക്ക് സമാധാനം നൽകുന്നു. ഞങ്ങളുടെ പ്രവൃത്തികൾ യഥാർത്ഥത്തിൽ അങ്ങാണല്ലോ ചെയ്യുന്നത്. അങ്ങാണല്ലോ ചെയ്യുന്നത്. അധ്വാനങ്ങളൊക്കെ ഒത്തിരി ഉണ്ടാവും. ഈ ലോകത്തിലായിരിക്കുമ്പോൾ അധ്വാനങ്ങളില്ലാതെ പറ്റില്ല. പക്ഷെ ആ അധ്വാനങ്ങളുടെ മധ്യേ ഈ ഒരു സാന്നിധ്യം, ആരാണ് അധ്വാനിക്കുന്നത് എന്നുള്ള ഒരു ബോധ്യം 1 കൊരിന്തോസ് 15:10 നമുക്ക് ലഭിക്കുന്നു. 1 കൊരിന്തോസ് 15:10. ഞാൻ എന്തായിരിക്കുന്നുവോ അത് ദൈവകൃപയാലാണ്. എന്റെ മേൽ ദൈവം ചൊരിഞ്ഞ കൃപ നിഷ്ഫലമായി പോയിട്ടില്ല. നേരെ മറിച്ച് മറ്റെല്ലാവരെയും അധികം ഞാൻ അധ്വാനിച്ചു. എന്നാൽ ഞാനല്ല, എന്നിലുള്ള ദൈവകൃപയാണ് അധ്വാനിച്ചത്. ഇങ്ങനെ ആത്മാവിൽ ബോധ്യമുണ്ടെങ്കിൽ നമുക്കുള്ള ഉത്തരവാദിത്തങ്ങളിലെ വിജയം പ്രാപിക്കുമ്പോൾ നാം അഹങ്കരിക്കില്ല, ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടിരിക്കും. കാരണം
ദൈവം വിജയിച്ചതിന്റെ ഒരു ആനന്ദം പ്രഘോഷിക്കാനുള്ള ഒരു വലിയൊരു ദൗത്യം നമ്മുടെ ജീവിതത്തിലുണ്ട്. അങ്ങനെയാവുമ്പോ നമ്മൊന്നും തളരില്ല. ഇന്ന് മനുഷ്യര് അധ്വാനിച്ച് സന്ധ്യയാകുമ്പോഴേക്കും ആത്മീയമായിട്ടും മാനസികമായിട്ടും ശാരീരികമായിട്ടും തളർന്നു പോവുകയാണ്. ഏശയ്യാ 40:31. ഏശയ്യാ 40:31. എന്നാൽ ദൈവത്തിൽ ആശ്രയിക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും. അവർ ഓടിയാലും ക്ഷീണിക്കുകയില്ല, നടന്നാൽ തളരുകയുമില്ല. അങ്ങനെ തളരാതിരിക്കണമെങ്കിൽ നമ്മുടെ അവയവങ്ങളാണല്ലോ ഇങ്ങനെ തളർച്ചയ്ക്ക് കാരണമാകുന്നത്. അതെല്ലാം പൂർണ്ണമായിട്ട് കർത്താവിന് സമർപ്പിക്കണം. റോമ 6:13 യോഗ്യതയിൽ നിന്നുകൊണ്ട്. റോമ 6:13. നിങ്ങളുടെ അവയവങ്ങളെ അനീതിയുടെ ഉപകരണങ്ങളായി പാപത്തിന് സമർപ്പിക്കരുത്. പ്രത്യുത മരിച്ചവരിൽ നിന്ന് ജീവൻ പ്രാപിച്ചവരായി നിങ്ങളെ തന്നെയും നീതിയുടെ ആയുധങ്ങളായി നിങ്ങളുടെ അവയവങ്ങളെയും ദൈവത്തിന് സമർപ്പിക്കുവിൻ. ദൈവത്തിന് പൂർണ്ണമായി അങ്ങനെ വിധേയപ്പെടുന്ന വ്യക്തികൾക്കാണ് പൈശാചിക ശക്തികളുടെ മേലെ ആധിപത്യം ലഭിക്കുന്നത്. അവർക്കാണ് ചെറുത്ത് നിൽക്കാൻ സാധിക്കുന്നത്. യാക്കോബ് 4:7. യാക്കോബ് 4:7. ആകയാൽ ദൈവത്തിന് വിധേയരാകുവിൻ, പിശാചിനെ ചേർത്ത് നിൽക്കുവിൻ, അപ്പോൾ അവൻ നിങ്ങളിൽ നിന്ന് ഓടി അകന്നുകൊള്ളും. 1 പത്രോസ് 5:9. 1 പത്രോസ് 5:9. വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് അവനെ എതിർക്കുവിൻ. ലോകമെങ്ങുമുള്ള നിങ്ങളുടെ സഹോദരിൽ നിന്ന് ഇതേ സഹനം തന്നെ ആവശ്യപ്പെട്ടിരിക്കുന്നുവെന്ന് അറിയുകയും ചെയ്യുവിൻ. ഇന്ന് നാം കേട്ട വചനത്തിലെ 4 വട്ടം പരിമളത്തെ കുറിച്ച് പറയുന്നുണ്ട്. അതിലെ 2ാമത്തെ തലത്തെക്കുറിച്ചാണ് ഇനി നാം ധ്യാനിക്കുക. ആദ്യത്തത് വിജയത്തെ കുറിച്ചാണെങ്കിൽ ഇനി ബലിയർപ്പണ ആകുന്നതിന്റെ സൗരഭ്യത്തെ കുറിച്ചാണ് ധ്യാനിക്കുക. വിജയിച്ചവർക്ക് ദൈവത്തിന്റെ സത്യസന്ധമായ ബലിയർപ്പണം ആകാൻ സാധിക്കുകയുള്ളൂ. പ്രഭാഷകൻ 35:8. പ്രഭാഷകൻ 35:8. നീതിമാന്റെ ബലിപീഠത്തെ അഭിഷേകം ചെയ്യുന്നു. അതിന്റെ സുഗന്ധം അത്യുന്നതന്റെ സന്നിധിയിലേക്ക് ഉയരുന്നു. നോഹ ഒരു ബലി അർപ്പിക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് പറയുന്ന വചനങ്ങള് നമുക്ക് ഉൽപ്പത്തി 8:20-21 വചനത്തില് മനസ്സിലാക്കാം. ഉൽപ്പത്തി 8:20-21 തിരുവചനങ്ങൾ. നോഹ കർത്താവിന് ഒരു ബലിപീഠം നിർമ്മിച്ചു. ശുദ്ധിയുള്ള എല്ലാ മൃഗങ്ങളിലും പക്ഷികളിൽ നിന്ന് അവൻ അവിടത്തേക്ക് ഒരു ദഹനബലി അർപ്പിച്ചു. ആ ഹൃദ്യമായ ഗന്ധം ആസ്വദിച്ചപ്പോൾ കർത്താവ് പ്രസാദിച്ചരുളി, മനുഷ്യൻ കാരണം ഭൂമിയെ ഇനി ഒരിക്കലും ഞാൻ ശപിക്കുകയില്ല. എന്തെന്നാൽ തുടക്കം മുതലേ അവന്റെ അന്തരംഗം തിന്മയിലേക്ക് ചാഞ്ഞിരിക്കുകയാണ്. ശുദ്ധിയുള്ള ബലിയർപ്പണമാണ് ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. സ്നേഹത്തിൽ സത്യം പറയുന്നത് ദൈവത്തിന് സുമനോഹരമായ ബലിയർപ്പണമാണ്. എഫേസുസ് 4:15. എഫേസുസ് 4:15. പ്രത്യുത സ്നേഹത്തിൽ സത്യം പറഞ്ഞുകൊണ്ട് ശിരസായ ക്രിസ്തുവിലേക്ക് എല്ലാ വിധത്തിലും നാം വളരേണ്ടിയിരിക്കുന്നു. എഫേസുസ് 5:2. എഫേസുസ് 5:2. ക്രിസ്തു നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും സ്നേഹത്തിൽ ജീവിക്കുവിൻ.
അവിടുന്ന് നമുക്ക് വേണ്ടി സുരവില കാഴ്ചയും ബലിയുമായി തന്നെ ദൈവത്തിന് സമർപ്പിച്ചു. നമ്മെ സ്വന്തമാക്കിയവനാണ് ഇങ്ങനെ സുരഭിലമായി സമർപ്പിക്കുകയും നമ്മെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്ന സ്വതന്ത്രരാക്കുകയും ചെയ്യുന്നത്. യോഹന്നാൻ 4:23-24. യോഹന്നാൻ 4:23-24 തിരുവചനങ്ങൾ. എന്നാൽ യഥാർത്ഥ ആരാധകർ ആത്മാവിലും സത്യത്തിലും പിതാവിനെ ആരാധിക്കുന്ന സമയം വരുന്നു. അല്ല, അതിപ്പോൾ തന്നെയാണ്. യഥാർത്ഥത്തിൽ അങ്ങനെയുള്ള ആരാധകരെ തന്നെയാണ് പിതാവ് അന്വേഷിക്കുന്നതും. ദൈവം ആത്മാവാണ്. അവിടുത്തെ ആരാധിക്കുന്നവർ ആത്മാവിലും സത്യത്തിലുമാണ് ആരാധിക്കേണ്ടത്. ആത്മാവിലും സത്യത്തിലും ആരാധിക്കാൻ യോഗ്യമാകുന്ന വഴികളെ കുറിച്ചാണ് പൗലോസ്ലീഹ റോമായിലെ 12:1-2 നാം വായിക്കുക. റോമ 12:1-2 തിരുവചനങ്ങൾ. ആകയാൽ സഹോദരരെ, ദൈവത്തിന്റെ കാരുണ്യം അനുസ്മരിച്ചുകൊണ്ട് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു, നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധവും ദൈവത്തിന് പ്രീതികരവുമായ സജീവ ബലിയായി സമർപ്പിക്കുവിൻ. ഇതായിരിക്കണം നിങ്ങളുടെ യഥാർത്ഥമായ ആരാധന. നിങ്ങൾ ഈ ലോകത്തിന് അനുരൂപരാകരുത്. പ്രത്യുത നിങ്ങളുടെ മനസ്സിന്റെ നവീകരണം വഴി രൂപാന്തരപ്പെടുവിൻ. ദൈവഹിതം എന്തെന്നും നല്ലതും പ്രീതികരവും പരിപൂർണമായതെന്തെന്നും വിവേചിച്ചറിയാൻ അപ്പോൾ നിങ്ങൾക്ക് സാധിക്കും. സത്യം പറയുന്നത് എപ്പോഴും ബലിയാകാൻ കാരണവുമാകും. ഈശോ സത്യമായതുകൊണ്ട്, സത്യം ജീവിച്ചതുകൊണ്ടാണ് സത്യത്തിന് വേണ്ടി ബലിയായത്. സത്യമല്ലാത്ത എന്തുണ്ടായാലും കൂടെ നിൽക്കുന്നവർക്ക് അത് ദുർഗന്ധമായി മാറും. പക്ഷെ സത്യമായി മാത്രം മുന്നോട്ട് പോകുന്നവരെ, ദൈവത്താൽ പ്രത്യേകമായി തെരഞ്ഞെടുക്കപ്പെട്ടവരെ അതിനാഴമായി സ്നേഹിക്കുകയും ചെയ്യും. ഉത്തമഗീതം 1:3. ഉത്തമഗീതം 1:3. നിന്റെ അഭിഷേക തൈലം സുരഭിലമാണ്, നിന്റെ നാമം പകർന്ന തൈലം പോലെയാണ്. അതുകൊണ്ട് കന്യകമാർ നിന്നെ ഭ്രമിക്കുന്നു. യോഹന്നാൻ 12:3. യോഹന്നാൻ 12:3. മറിയം വിലയേറിയതും ശുദ്ധവുമായ ഒരു കുപ്പി നാർദീൻ സുഗന്ധതൈലം എടുത്ത് യേശുവിന്റെ പാദങ്ങളിൽ പൂശുകയും തന്റെ തലമുടി കൊണ്ട് അവന്റെ പാദങ്ങൾ തുടയ്ക്കുകയും ചെയ്തു. തൈലത്തിന്റെ പരിമളം കൊണ്ട് വീട് നിറഞ്ഞു. യോഹന്നാൻ 12:7. യോഹന്നാൻ 12:7. യേശു പറഞ്ഞു, അവളെ തടയേണ്ട. എന്റെ ശവസംസ്കാര ദിനത്തിനായി ഇത് ചെയ്തുവെന്ന് അവൾ കരുതിക്കൊള്ളട്ടെ. നമ്മുടെ ആത്മാവിനെ ജീവനിലേക്ക് ഉണർത്തുന്ന ദൈവിക സുഗന്ധമാണ് യേശുവിന്റെ പീഡാനുഭവം. ഇത് ആത്മാവിൽ വളരെയേറെ ബോധ്യത്തോടുകൂടി സ്വീകരിക്കണം. അങ്ങനെ സ്വീകരിച്ച പൗലോസ്ലീഹാണ് വേറെ ഒന്നും അറിയണ്ട എന്ന് വിചാരിക്കുന്നത്. ഇന്ന് നമുക്കെല്ലാം എന്തെല്ലാം അറിയാനാണ് ആഗ്രഹം. ഇനി അറിയാൻ ഉപയോഗിക്കുന്ന മാധ്യമങ്ങളുടെ എല്ലാം നമ്മൾ അറിയുന്നുണ്ടോ? ഭാഗികമായിട്ട് അറിയുന്നതിനെയാണ് നമ്മൾ പൂർണ്ണ അറിവ് എന്ന് പറഞ്ഞ് നടക്കുന്നത്. എന്നാലും നാം പലതരത്തിലുള്ള അപൂർണതയുടെ പുറകെയാണ്. 1 കൊരിന്തോസ് 13:9. 1 കൊരിന്തോസ് 13:9. നമ്മുടെ അറിവും പ്രവചനവും അപൂർണമാണ്. എന്നാൽ യേശുവിന്റെ പീഡാനുഭവം ദൈവിക സുഗന്ധമാണെങ്കിൽ അതിൽ പൂർണ്ണതയുണ്ടെന്ന്
തിരിച്ചറിഞ്ഞ വ്യക്തിയാണ് വിശുദ്ധനായ പൗലോസ്ലീഹ. അതുകൊണ്ടാണ് 1 കൊരിന്ത്യർ 2:2 നമുക്ക് ആത്മാവിൽ വളരാനുള്ള ഒരു മാർഗം പറഞ്ഞു തരുന്നത്. 1 കൊരിന്ത്യർ 2:2 നിങ്ങളുടെ ഇടയിലായിരുന്നപ്പോൾ യേശുക്രിസ്തുവിനെ കുറിച്ചല്ലാതെ, അതും ക്രൂശിതനായവനെ കുറിച്ചല്ലാതെ മറ്റൊന്നിനെ കുറിച്ചും അറിയേണ്ടതില്ലെന്ന് ഞാൻ തീരുമാനിച്ചു. യോഹന്നാൻ ശ്ലീഹായ്ക്കും ഈ ബോധ്യം ഉണ്ടായിരുന്നു. 1 യോഹന്നാൻ 2:2 1 യോഹന്നാൻ 2:2 അവൻ നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരബലിയാണ്, നമ്മുടെ മാത്രമല്ല ലോകം മുഴുവന്റെയും പാപങ്ങൾക്ക്. ഇങ്ങനൊരു ബോധ്യം വന്ന് നിറഞ്ഞപ്പോഴാണ് പൗലോസ്ലീഹ വേറെ ഒന്നിലും പോകേണ്ട എന്ന് വിചാരിക്കുകയും ഗലാത്തി 6:14 നമുക്കൊരു വലിയ ബോധ്യം തരികയും ചെയ്യുന്നത്. ഗലാത്തി 6:14 നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കുരിശിലല്ലാതെ മറ്റൊന്നിലും മേന്മ ഭാവിക്കാൻ എനിക്കിടയാകാതിരിക്കട്ടെ. അവനെ പ്രതി ലോകം എനിക്കും ഞാൻ ലോകത്തിനും ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഇന്ന് ഒക്ടോബർ 5 വിശുദ്ധ ഫൗസ്തീനയുടെ തിരുനാളാണ്. 2025 എന്ന് പറയുന്നത് സെയിന്റ് ഫൗസ്തീന മഠത്തിൽ ചേർന്നതിന്റെ 100ാം വർഷം കൂടിയാണ്. സഹനത്തെ സ്നേഹിക്കാൻ പഠിപ്പിക്കുന്ന യേശു പരിമളമാകാൻ വെളിപ്പെടുത്തൊരു കാര്യം ഡയറിയിലെ 279 പാരഗ്രാഫിലാണ് നാം ഇത് വായിക്കുന്നത്. കുഞ്ഞെ, നിന്റെ സഹനം വഴിയാണ് നീ എന്നെ ഏറ്റവും പ്രീതിപ്പെടുത്തുന്നത്. എന്റെ മകളെ, നിന്റെ ശാരീരികവും മാനസികവുമായ സഹനത്തിൽ സൃഷ്ടികളിൽ നിന്ന് നീ സഹതാപം കാക്ഷിക്കരുത്. കലർപ്പില്ലാത്ത നിഷ്കളങ്ക സ്നേഹത്തിന്റെ പരിമളം ഞാൻ നിന്നിൽ നിന്ന് ആഗ്രഹിക്കുന്നു. സൃഷ്ടികളിൽ നിന്ന് മാത്രമല്ല, നിന്നിൽ നിന്ന് തന്നെ നീ വിടുതൽ പ്രാപിക്കണം. മകളെ, നിന്റെ ഹൃദയത്തിന്റെ പരിശുദ്ധവും പരസ്പർശമേൽക്കാത്തതും കുറ്റമറ്റതും നിഷ്കളങ്കവുമായ സ്നേഹത്തിൽ ആനന്ദം കൊള്ളാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നീ സഹനത്തെ കൂടുതൽ സ്നേഹിക്കുമ്പോൾ എന്നോടുള്ള നിന്റെ സ്നേഹം കൂടുതൽ പരിശുദ്ധമായിരിക്കും. നാം സഹനത്തെ സ്നേഹിച്ചിട്ടുണ്ടോ ജീവിതത്തിലെ? അനുഗ്രഹങ്ങൾക്ക് വേണ്ടി മാത്രമാണോ ഈശോയെ സ്നേഹിക്കുന്നത്? അതോ ഈശോയെ സ്നേഹിക്കാൻ സഹനത്തെ സ്നേഹിക്കുന്നുണ്ടോ? പത്രോസ്ലീഹ ഇതിനെക്കുറിച്ചൊരു ബോധ്യം നമുക്ക് നൽകുന്നുണ്ട്. 1 പത്രോസ് 2:19 1 പത്രോസ് 2:19 അന്യായമായി പീഡിപ്പിക്കപ്പെടുമ്പോൾ ദൈവചിന്തയോടെ വേദനകൾ ക്ഷമാപൂർവം സഹിച്ചാൽ അത് അനുഗ്രഹ കാരണമാകും. 1 പത്രോസ് 2:23 1 പത്രോസ് 2:23 നിന്ദിക്കപ്പെട്ടപ്പോൾ അവൻ പകരം നിന്ദിച്ചില്ല, പീഡനമേറ്റപ്പോൾ ഭീഷണിപ്പെടുത്തിയില്ല. പിന്നെയോ നീതിയോടെ വിധിക്കുന്നവന് തന്നെ തന്നെ ഫലമേൽപ്പിക്കുകയാണ് ചെയ്തത്. ഈ ഡയറിയിലുള്ള ഈശോ പറഞ്ഞിട്ടുള്ള ഈ കാര്യം, നിന്റെ ശാരീരികവും മാനസികവുമായ സഹനത്തിൽ സൃഷ്ടികളിൽ നീ സഹതാപം കാക്ഷിക്കരുത്. ഒരു സൃഷ്ടിക്കും നമ്മളെ പരിപൂർണമായി മോചിപ്പിക്കാനോ സ്വാന്തനപ്പെടുത്താനോ സാധിക്കില്ല. അത്രയും ആഴമായ സഹന വഴിയിലൂടെ കടന്നു വരണമെങ്കിൽ ചില വചനങ്ങള് നമ്മൾ ഹൃദയത്തിൽ സംഗ്രഹിക്കണം. ഏശയ 2:22 ഏശയ്യ 2:22 മനുഷ്യനിൽ ഇനി വിശ്വാസം അർപ്പിക്കരുത്. അവനൊരു ശ്വാസം മാത്രം, അവൻ എന്തു വിലയുണ്ട്?
സങ്കീർത്തനം 146:3. സങ്കീർത്തനം 146:3. രാജാക്കന്മാരിൽ സഹായിക്കാൻ കഴിവില്ലാത്ത മനുഷ്യപുത്രനിൽ ആശ്രയം വയ്ക്കരുത്. സങ്കീർത്തനം 118:8-9. സങ്കീർത്തനങ്ങൾ 118, 8, 9 തിരുവചനങ്ങൾ. മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ കർത്താവിൽ അഭയം തേടുന്നത് നല്ലത്. പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ കർത്താവിൽ അഭയം തേടുന്നത് നല്ലത്. വിജയിക്കുകയും ദൈവത്തിന് പ്രസാദകരമായി ബലിയർപ്പണമാവുകയും അങ്ങനെ ആത്മസമർപ്പണം ചെയ്താൽ മനുഷ്യൻ ജ്ഞാനത്തിന്റെ സുഗന്ധമായി മാറും. ഇതാണ് ശരിക്കും നമ്മുടെ വിളിയുടെ പൂർണ്ണത. ജ്ഞാനത്തിന്റെ സുഗന്ധമായി മാറുക. അതിനാണ് ആദ്യം നമ്മൾ ധ്യാനിച്ച വിജയിച്ചവൻ സ്വന്തമാക്കണം. കാരണം ഈ വിജയിച്ചവനാണ് ജ്ഞാനത്തിന്റെ പൂർണ്ണത. അതാണ് നമുക്ക് 1 കൊരിന്തോസ് 1:24 പൗലോസ്ലീഹ ബോധ്യപ്പെടുത്തിയിരുന്നത്. 1 കൊരിന്തോസ് 1:24. വിളിക്കപ്പെട്ടവർക്ക് യഹൂദരോ ഗ്രീക്കുകാരോ ആകട്ടെ, ക്രിസ്തു ദൈവത്തിന്റെ ശക്തിയും ദൈവത്തിന്റെ ജ്ഞാനവുമാണ്. കൊളോസോസ് 2:3. കൊളോസോസ് 2:3. ജ്ഞാനത്തിന്റെയും അറിവിന്റെയും നിധികൾ അവനിലാണ് ഒളിഞ്ഞു കിടക്കുന്നത്. ഏശയ്യ 28:29. ഏശയ്യ 28:29. സൈന്യങ്ങളുടെ കർത്താവിൽ നിന്നാണ് ഈ അറിവ് ലഭിക്കുന്നത്. അവിടുത്തെ ഉപദേശം വിസ്മയനീയവും ജ്ഞാനം മഹോന്നതവുമാണ്. ദാനിയേൽ 9:22. ദാനിയേൽ 9:22. അവൻ എന്നോട് പറഞ്ഞു, ദാനിയേലേ, നിനക്ക് ജ്ഞാനവും അറിവും നൽകാൻ ഞാൻ വന്നിരിക്കുന്നു. 2 ദിനവൃത്താന്തം 1:12. 2 ദിനവൃത്താന്തം 1:12. ഞാൻ നിനക്ക് ജ്ഞാനവും വിവേകവും നൽകുന്നു. കൂടാതെ നിന്റെ മുൻഗാമികളോ പിൻഗാമികളോ ആയ രാജാക്കന്മാരിൽ ആർക്കും ലഭിച്ചിട്ടില്ലാത്ത സമ്പത്തും ധനവും പ്രശസ്തിയും ഞാൻ നിനക്ക് നൽകും. വിജയം പ്രാപിക്കാത്തവര്, വിശുദ്ധമായി ബലിയർപ്പണത്തിന് സമർപ്പിക്കാത്തവര്, മാലിന്യമുള്ളവരില് ഈ ജ്ഞാനം പ്രവേശിക്കില്ല. ജ്ഞാനം 7:25. ജ്ഞാനം 7:25. അവൾ ദൈവശക്തിയുടെ ശ്വാസവും സർവശക്തന്റെ മഹത്വത്തിന്റെ ശുദ്ധമായ നിസരണവുമാണ്. മലിനമായ ഒന്നിലും അവൾ പ്രവേശനമില്ല. കാപട്യമുള്ളിടത്തും പാപമുള്ളിടത്തും ജ്ഞാനത്തിന് വസിക്കാനും സാധിക്കില്ല. ജ്ഞാനം 1:4. ജ്ഞാനം 1:4. ജ്ഞാനം കപട ഹൃദയത്തിൽ പ്രവേശിക്കുകയില്ല, പാപത്തിനടിമയായ ശരീരത്തിൽ വസിക്കുകയുമില്ല. അപ്രാപ്യമായിരിക്കുന്ന ചില വ്യക്തികളുണ്ട്. ജ്ഞാനത്തിന് അപ്രാപ്യമാരായി മാറുന്നവരാണ് ഭോഷത്തരമുള്ളവർക്ക്, അഹങ്കാരികൾക്ക്, നുണയന്മാർക്ക്. പ്രഭാഷകൻ 15:7-8. പ്രഭാഷകൻ 15:7-8 തിരുവചനങ്ങൾ. ഭോഷന്മാർക്ക് അവളെ സ്വന്തമാക്കാനോ പാപിക്ക് അവളെ കാണാനോ കഴിയുകയില്ല. അഹങ്കാരികളിൽ നിന്ന് അവൾ അകന്നു വർത്തിക്കുന്നു. നുണയരുടെ ചിന്തയ്ക്ക് അവൾ അപ്രാപ്യയാണ്. നമ്മളിൽ ജ്ഞാനത്തിന്റെ പരിമളം ഉണ്ടോ എന്ന് നാം എങ്ങനെയാണ് അറിയുക? യാക്കോബ് 3:17. യാക്കോബ് 3:17. എന്നാൽ ഉന്നതത്തിൽ നിന്നുള്ള ജ്ഞാനം ഒന്നാമത് ശുദ്ധവും പിന്നെ സമാധാനപൂർണവും വിനീതവും വിധേയത്വമുള്ളതും കാരുണ്യവും സൽഫലങ്ങളും നിറഞ്ഞതുമാണ്. അതനിശ്ചിതമോ ആത്മാർത്ഥതയില്ലാത്തതോ അല്ല. സുഭാഷിതം 3:17. സുഭാഷിതങ്ങൾ 3:17. അവളുടെ മാർഗങ്ങൾ പ്രസന്നവും സമാധാനപൂർണവുമാണ്.
യാക്കോബ് 1:17. യാക്കോബ് 1:17. ഉത്തമവും പൂർണവുമായ എല്ലാ ദാനങ്ങളും ഉന്നതത്തിൽ നിന്ന് മാറ്റമോ മാറ്റത്തിന്റെ നീളോ ഇല്ലാത്ത പ്രകാശങ്ങളുടെ പിതാവിൽ നിന്ന് വരുന്നു. സൃഷ്ടികളിൽ വെച്ച് ജ്ഞാനം ഏറ്റവും കൂടുതൽ നാം കാണുന്നത് മാതാവിലാണ്. ഈ ഗുണങ്ങളെല്ലാം മാതാവിൽ ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കാൻ ജ്ഞാനം 7:23 വായിക്കാം. ജ്ഞാനം 7:23. അവളുടെ ചൈതന്യം വിവേകമുള്ളതും വിശുദ്ധവും അതുല്യവും ബഹുമുഖവും സൂക്ഷ്മവും ചലനാത്മകവും സ്പഷ്ടവും നിർമ്മലവും വ്യതിരിക്തവും ക്ഷതമേൽപ്പിക്കാനാവാത്തതും നന്മയെ സ്നേഹിക്കുന്നതും തീക്ഷ്ണവും അപ്രതിരോധ്യവും ഉപകാരപ്രദവും ആർദ്രവും സ്ഥിരവും ഭദ്രവും ഉത്കണ്ഠയിൽ നിന്നും മുക്തവും സർവശക്തവും സബലത്തെയും നിയന്ത്രിക്കുന്നതും ബുദ്ധിയും നൈർമല്യവും സൂക്ഷ്മതയുമുള്ള ചേതനകളിലേക്ക് ചൂഴ്ന്നിറങ്ങുന്നതുമാണ്. ഈ മാസം നാം പ്രത്യേകമായിട്ട് ജപമാലയിലൂടെ നമ്മുടെ കൂടെ യാത്ര ചെയ്യുന്ന, നമ്മെ വളരെയേറെ സ്നേഹിക്കുന്ന, നമുക്ക് പ്രകാശം പകർന്നു തരുന്ന മാതാവ്, ആ മാതാവിന്റെ സാന്നിധ്യത്തിൽ തിന്മ പ്രബലപ്പെടില്ല. ജ്ഞാനം 7:30. ജ്ഞാനം 7:30. പ്രകാശം ഇരുട്ടിന് വഴിമാറുന്നു, ജ്ഞാനത്തിനെതിരെ തിന്മ ബലപ്പെടുകയില്ല. തിന്മ ബലപ്പെടാതിരിക്കുമ്പോൾ ജ്ഞാനത്തിന്റെ ആത്മാവ്, പരിശുദ്ധാത്മാവ് നമ്മളിൽ വളരെയേറെ നിറയും. ഏശയ്യ 11:2. ഏശയ്യ 11:2. കർത്താവിന്റെ ആത്മാവ് അവന്റെ മേൽ ആവസിക്കും, ജ്ഞാനത്തിന്റെയും വിവേകത്തിന്റെയും ആത്മാവ്, ഉപദേശത്തിന്റെയും ശക്തിയുടെയും ആത്മാവ്, അറിവിന്റെയും ദൈവഭക്തിയുടെയും ആത്മാവ്. നിറഞ്ഞ ആത്മാവ് പകരപ്പെടും. പ്രഭാഷകൻ 24:15. പ്രഭാഷകൻ 24:15. ഇലവങ്ങം പോലെയും സുഗന്ധതൈലം പോലെയും ഞാൻ പരിമളം പരത്തി, വിശിഷ്ടമായ മീറ പോലെ ഞാൻ സൗരഭ്യം വീശി. നറുംപശ, ചന്ദനം, കുങ്കുമം, ദേവാലയത്തിലെ കുന്തുരുക്കം എന്നിവ പോലെയും ഞാൻ സുഗന്ധം പ്രസരിപ്പിച്ചു. പ്രഭാഷകൻ 39:14. പ്രഭാഷകൻ 39:14. കുന്തുരുക്കം പോലെ സൗരഭ്യം പരത്തുകയും ലില്ലി പോലെ പൂവണിയുകയും ചെയ്യുവിൻ. സുഗന്ധം പരത്തുകയും സ്തുതിഗീതം ആലപിക്കുകയും ചെയ്യുവിൻ. കർത്താവിന്റെ എല്ലാ പ്രവൃത്തികളും നിമിത്തം അവിടുത്തെ വാഴ്ത്തുവിൻ. ജ്ഞാനത്തിന്റെ സൗരഭ്യം ലഭിക്കാൻ നമുക്ക് പൗലോസ്ലീഹായോടൊപ്പം പ്രാർത്ഥിക്കാം. എഫേസോസ് 1:17. എഫേസോസ് 1:17. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ദൈവവും മഹത്വത്തിന്റെ പിതാവുമായവൻ ജ്ഞാനത്തിന്റെയും വെളിപാടിന്റെയും ആത്മാവിനെ നിങ്ങൾക്ക് പ്രദാനം ചെയ്തുകൊണ്ട് തന്നെ കുറിച്ചുള്ള പൂർണ്ണമായ അറിവിലേക്ക് നിങ്ങളെ നയിക്കട്ടെ. ജ്ഞാനത്തിന്റെ സൗരഭ്യമായി മാറാൻ ആഗ്രഹിക്കുകയും എല്ലാ തിന്മകളിൽ നിന്ന് വിമോചിതരാവുകയും ദൈവത്തിന് പ്രസാദകരമായ ഒരു ബലിയാകാൻ സമർപ്പിക്കുകയും ചെയ്തുകൊണ്ട് ആശീർവാദം സ്വീകരിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.